ഹായ് ഗായ്സ്, മാർക്കറ്റ് മേഷോന്റെ പുതിയൊരു ഡെയിലി മാർക്കറ്റ് അപ്ഡേറ്റ് വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എന്നത്തെയും പോലെ തന്നെ നിഫ്റ്റിയിൽ നിന്ന് നമുക്ക് അനാലിസിസ് തുടങ്ങാം. നിഫ്റ്റി ഒരു ബെയറിഷ് ട്രെൻഡിലേക്ക് മാറിയിട്ടുണ്ട്. നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ പറയുകയുണ്ടായി. അപ്പോൾ ഇവിടെ ഒരു സപ്പോർട്ട് ലെവലാണ്. ഇവിടുന്ന് ഒരു ബൗൺസ് കിട്ടാൻ നമ്മൾ പല വീഡിയോയിലും പറയുകയുണ്ടായി. ഇവിടുന്ന് ഒരു ചെറിയ ബൗൺസ് കിട്ടി. പക്ഷേ പിന്നെ ഈ നമ്മുടെ ഈ വൈറസിൻ്റെ ഇഷ്യൂസും കാര്യങ്ങളും അങ്ങനത്തെ ന്യൂസും കാര്യങ്ങളൊക്കെ വന്നുകൊണ്ട് തന്നെ ഈ ദിവസം വളരെ നല്ലൊരു ബ്രേക്ക് ഡൗൺ ആണ് നിഫ്റ്റി തന്നത്. പക്ഷേ നിഫ്റ്റി ബ്രേക്ക് ഡൗൺ വന്നതിന് ശേഷം ചെറിയൊരു ബൈയിങ് വന്നു. ഡെഫിനറ്റ്ലി ഈ ഒരു ബൈയിങ് ഒരിക്കലും നമ്മളൊരു ബൈയിങ് ആയിട്ട് കണക്കാക്കരുത്. കാരണം ഒരു ചെറിയൊരു ഇൻസൈഡ് വാറാണ് കിട്ടിയിരിക്കുന്നത്. അതുമല്ല വലിയൊരു ബൗൺസ്, വലിയൊരു ഡൗൺ മൂവിന് ശേഷം അല്ലെങ്കിൽ വലിയൊരു അപ്പ് മൂവ് ശേഷം എങ്ങനെ പോയാലും ചെറിയൊരു കറക്ഷൻ വരും. അപ്പോൾ ആ ഒരു കറക്ഷനാണ് ഇവിടെ കാണുന്നത്. ഇവിടുന്ന് നിഫ്റ്റി എങ്ങോട്ട് പോകുമെന്ന് നമുക്ക് നോക്കിക്കാണാം. പക്ഷെ നമ്മൾ ഈ ഒരു ഡിമാൻഡ് സോൺ നമ്മൾ ഇതിന് മുന്നിലെ പല വീഡിയോയിലും നമ്മൾ പരാമർശിച്ചായിരുന്നു. ആ ഒരു ഡിമാൻഡ് സോണിൽ നിന്ന് ചെറിയൊരു ബൗൺസ് കിട്ടി. ഇനി ഇവിടെ നിന്ന് ബൗൺസ് കിട്ടുമോ ഇല്ലയോ എന്നൊക്കെ നമുക്ക് നോക്കി കണ്ടുവരും. കാരണം ഓൾറെഡി ഫസ്റ്റ് ബൗൺസ് എപ്പോഴും ഡെഫിനറ്റ്ലി പ്രോബിലിറ്റി കൂടുതലായിരിക്കും നമുക്ക് വരുന്ന ഫസ്റ്റ് ബൗൺസിന്. പക്ഷേ സെക്കൻഡ് ടൈം വെൻ ഇറ്റ് കംസ് ബൗൺസ് കിട്ടുമോ ഇല്ലയോ എന്നൊക്കെ നമുക്ക് നോക്കി കാണാം. പക്ഷേ റൈറ്റ് നൗ നിഫ്റ്റി നോക്കുകയാണെങ്കിൽ വളരെയധികം ഒരു സൈഡ് വേസ് ചോപ്പി ട്രെൻഡിലേക്ക് മാറിയിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ നിഫ്റ്റിയിൽ ട്രേഡ് ചെയ്യാൻ പറ്റുമോ ഇല്ലയോ എന്നൊക്കെ നമുക്ക് എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ നിഫ്റ്റിയിൽ ട്രേഡ് എടുക്കാത്ത ആളാണ്. പക്ഷേ ട്രേഡ് ചെയ്യുന്നവർക്ക് നിഫ്റ്റിയിൽ ട്രേഡ് ചെയ്യാൻ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും എനിക്ക് തോന്നുന്നു വരുന്ന ദിവസങ്ങളിൽ. കാരണം ഡെഫിനറ്റ്ലി ഈ ഒരു ഹൈക്കും ഈ ഒരു ലോയ്ക്കിടയിൽ നല്ല രീതിയിൽ ചോപ്പ് ആവാൻ ചാൻസ് ഉണ്ട്. പിന്നെ നമുക്കിനി മിഡ് ക്യാപ് സ്മോൾ ക്യാപ് CNX മിഡ് സ്മോൾ ഇതാണല്ലോ മിഡ് ക്യാപ് സ്മോൾ ക്യാപ് 400 ഇൻഡെക്സ് ആണല്ലോ നമ്മൾ ആസ് എ സ്വിംഗ് ട്രേഡേഴ്സ് നമുക്ക് കൂടുതൽ ശ്രദ്ധിക്കേണ്ടത്. അപ്പോൾ മിഡ് ക്യാപ് സ്മോൾ ക്യാപ് 400 ഇൻഡെക്സിലേക്ക് വരികയാണെങ്കിൽ ഈ ഒരു ലെവൽ, ഈ ഒരു സപ്പോർട്ട് ലെവൽ നമ്മൾ മുന്നേ മാർക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. പല വീഡിയോയും പറയുകയുണ്ടായി ഇതൊരു സപ്പോർട്ടായിട്ട് ആക്ട് ചെയ്യും. ഇതൊരു വിൻഡോ സപ്പോർട്ടാണ്. കാരണം ഗ്യാപ്പ് ഫില്ല് ചെയ്തിട്ടില്ല. അപ്പോൾ ഫില്ല് ചെയ്യാൻ വേണ്ടി വന്നു കഴിഞ്ഞാൽ ഇവിടെ ഡെഫിനറ്റ്ലി ഒരു ബൗൺസ് വരാനുള്ള പ്രോബിലിറ്റി കൂടുതലാണ്. പക്ഷേ ബൗൺസ് എത്രമാത്രം ഉണ്ടാവും അല്ലെങ്കിൽ ബൗൺസ് എത്രമാത്രം സസ്റ്റെയിൻ ചെയ്യുന്നുള്ളതൊക്കെ നമുക്ക് നോക്കി അറിയണമെന്ന് പറഞ്ഞു. കാരണം ഈ ബൗൺസുകൾ കൂടുതൽ വൺ ടൈം ബൗൺസുകളാണ് ഇവിടെ കൂടുതൽ കണ്ടിരിക്കുന്നത്. നമ്മളിപ്പോൾ ലാസ്റ്റ് കുറച്ച് ദിവസങ്ങളിൽ ഫോർ എക്സാമ്പിൾ ഇവിടെ ഒരു സപ്പോർട്ട് ലെവലിലായിരുന്നു. ഇവിടുന്ന് സിംഗിൾ ബൗൺസ് കിട്ടി. അത് കഴിഞ്ഞിട്ട് അത് സിംഗിൾ ബൗൺസ് കിട്ടി താഴെ വന്നത് ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞിട്ട് വീണ്ടും ഇവിടെ ഒരു ബൗൺസ് ഉണ്ടായിരുന്നു. അപ്പോൾ ഇവിടെ ഏകദേശം ഓക്കെ കറക്റ്റ് ഇവിടെ വന്ന് ഈ ലെവലിൽ തൊട്ട് മുകളിലേക്ക് പോയി പിറ്റേ ദിവസം വീണ്ടും അത് ബ്രേക്ക് ചെയ്തു. പിന്നെ നമുക്ക് ലെവലുകളൊന്നും ഉണ്ടായിരുന്നില്ല. പിന്നെയുള്ള ലെവൽ തേർഡ് ലെവൽ എന്ന് പറഞ്ഞാൽ ഇതാണ്. ഇത് ബ്രേക്ക് അവേ ഗ്യാപ്പാണ്. അപ്പോൾ ഇവിടുന്ന് നല്ല രീതിയിലൊരു ബൗൺസ് നമുക്ക് പ്രതീക്ഷിക്കാം. പക്ഷെ ഇവിടുന്ന് ബൗൺസ് കിട്ടിയാൽ നമ്മളത് ക്യാപിറ്റലൈസ് ചെയ്യാൻ നമ്മൾ ഡെഫിനറ്റ്ലി നമ്മുടെ സ്റ്റോക്സ് ഒക്കെ നമ്മൾ റിസർച്ച് ചെയ്ത് നമ്മുടെ അനാലിസിസിൽ ഡെഫിനറ്റ്ലി വെച്ചിരിക്കണം. ഓക്കെ, അപ്പോൾ എൻ്റെ ഒരു കാഴ്ചപ്പാടനുസരിച്ച് ഞാൻ ഇവിടുന്ന് ഒരു ബ്രേക്ക് ഡൗൺ വന്ന് നല്ലൊരു 2 ദിവസം നല്ലൊരു ഹെവി ബ്രേക്ക് ഡൗൺ ആണ് എനിക്ക് താല്പര്യം വന്നത്. കാരണം ഇങ്ങനത്തെ ബ്രേക്ക് ഡൗൺസ് ഉണ്ട്. ഇങ്ങനത്തെ ഒരു ബ്രേക്ക് ഡൗൺ ആയിരുന്നു ഇങ്ങോട്ട് എത്തിയിരുന്നെങ്കിൽ നല്ലൊരു ബൗൺസ് കിട്ടിയത്. പക്ഷേ ഇപ്പോൾ ഇവിടെ നിന്ന് തന്നെ ചോപ്പ് ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ട്. ഇവിടെ നാളെ നല്ലൊരു എക്സ്ട്രീംലി ബെയറിഷ് ആയ ഒരു ക്യാൻഡിൽ കിട്ടുകയാണ്, ഇതിൻ്റെ ഉള്ളിൽ വന്ന് ക്ലോസ് ചെയ്യുകയാണെന്നൊക്കെ ഉണ്ടെങ്കിൽ ചിലപ്പോൾ നല്ല രീതിയിൽ ബൗൺസ് കിട്ടാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ റൈറ്റ് നൗ നല്ല രീതിയിൽ ചോപ്പി ആയിക്കൊണ്ടിരിക്കുകയാണ് മാർക്കറ്റ്. താഴത്തേക്ക് വന്ന് മുകളിലേക്ക് പോയി. ഈ ഒരു ക്യാൻഡിൽ താഴ്ത്തി വന്നപ്പോൾ ഞാൻ പ്രാർത്ഥിച്ചെന്താണെന്ന് വെച്ചാൽ ഒരു നല്ലൊരു സ്ട്രോങ് ക്യാൻഡിലായിട്ട് അത് ക്ലോസ് ചെയ്യണമെന്നാണ്. കാരണം അങ്ങനെ ആകുമ്പോൾ നല്ല രീതിയിലൊരു ഓവർസോൾസ് സീനായിട്ട് നമ്മുടെ മാർക്കറ്റിൽ വരും. അപ്പോൾ അവിടെ നിന്ന് തന്നെ ഒരു ബൗൺസ് നമുക്ക് കിട്ടാനുള്ള പ്രോബിലിറ്റി, അതായത് ടെക്നിക്കൽ ബൗൺസ് കിട്ടാനുള്ള പ്രോബിലിറ്റി കൂടിയാണ്. അപ്പോൾ ബ്രെഡ്ത്ത് നമ്മൾക്ക് ഈ അനാലിസിസ് നോക്കുമ്പോൾ ബ്രെഡ്ത്ത് അനാലിസിസിലേക്ക് നോക്കിക്കഴിഞ്ഞാലും ഒരു ഓവർസോൾ സോണിലേക്ക് മാർക്കറ്റ് പോയിട്ടില്ല. സ്റ്റിൽ ഒരു ഓൾമോസ്റ്റ് സോണിൽ ഇങ്ങനെ ഓവർ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ ഇവിടെ നോക്കുകയാണെങ്കിൽ പെർസെൻറ്റേജ് ഓഫ് സ്റ്റോക്സ് അപ്പോൾ 20 MA നോക്കുകയാണെങ്കിൽ ഇവിടെ നിന്ന് ഒരു ബൗൺസ്, ഇതൊരു ടെക്നിക്കൽ ബൗൺസ് ആണ്. എക്സ്ട്രീം സെൽ ഓഫ് വന്നൊരു ടെക്നിക്കൽ ബൗൺസ്. ഇപ്പോൾ ഇവിടെ നിന്ന് താഴത്തേക്കൊരു മൂവ് വന്നിട്ടില്ല അല്ലേ. അപ്പോൾ ഈ 20 ലെവൽ, അതായത് ഈ ലെവലാണ് 20%, അതായത് പെർസെൻറ്റേജ് ഓഫ് സ്റ്റോക്സ് അപ്പോൾ 20 MA 20% താഴെ വന്നു കഴിഞ്ഞാൽ നമുക്കൊരു എക്സ്ട്രീംലി ഓവർസോൾസ് കണ്ടീഷൻ ആണെന്ന് പറയാം. അപ്പോൾ അവിടെ നിന്ന് ഒരു ബൗൺസ് നമുക്ക് പ്രതീക്ഷിക്കാവുന്നതാണ്. പക്ഷേ ഇവിടെ നിന്ന് ബേസിക്കലി ഇന്ന് ഒരു മോർണിംഗ് സെഷനിലൊക്കെ നോക്കുകയാണെങ്കിൽ ഇത് 28% എന്നുള്ള താഴത്തേക്ക് വന്ന് 22, 21 നിന്നിരുന്നു. പക്ഷേ വീണ്ടും ചെറിയൊരു ബൈങ് മാർക്കറ്റിലേക്ക് വന്ന് മുകളിലേക്ക് പോയിരിക്കുകയാണ്. അപ്പോൾ ഇവിടെ നിന്ന് ഇനിയിപ്പോൾ ഈ ഒരു ഹൈ കട്ട് ചെയ്ത് വീണ്ടും മുകളിലേക്ക് പോവുകയാണെങ്കിൽ വീണ്ടും ബൈങ് വരാമെന്ന് തോന്നുന്നു. പക്ഷേ എനിക്ക് ഐഡിയലായിട്ട് തോന്നുന്ന കണ്ടീഷൻ എന്ന് പറഞ്ഞാൽ ഒന്നും കൂടെ താഴെ വന്ന ഓവർസോളായിട്ട് ബൗൺസ് ചെയ്യുകയാണെങ്കിൽ കുറച്ചുകൂടെ നല്ല സ്ട്രോങ് ആയിട്ട് കൂടുതൽ സസ്റ്റെയിൻ ചെയ്യുന്ന മൂവ്സ് നമുക്ക് കിട്ടുമെന്ന് എനിക്ക് തോന്നുന്നു. കാരണം ഈ ബൗൺസ് കൂടെ കണ്ടില്ല, October 7th 4-5 ദിവസത്തേക്ക് ഒരു ബൗൺസ് 22 വന്ന് വീണ്ടും 27, 28 മുകളിലേക്ക് വന്നു 50% വരെ പോയി, വീണ്ടും താഴെ വന്നു, വീണ്ടും മുകളിൽ പോയി.
സോ ഈ ലെവലിൽ നിന്ന് ബൗൺസർ കുറച്ചുകൂടി സ്ട്രോങ് ആയിരിക്കും, കാരണം ഇവിടുന്ന് വന്ന ബൗൺസിനേക്കാളും സ്ട്രോങ് ആണല്ലോ ഈ 3 ബൗൺസുകളും. അപ്പം അങ്ങനത്തെ ഒരു സിനാരിയോ ആണ് ഞാൻ പ്രതീക്ഷിക്കുന്ന മാർക്കറ്റിൽ വരുന്ന ദിവസങ്ങളിൽ. അങ്ങനെ വരികയാണെങ്കിൽ നമുക്ക് കുറച്ചും കൂടെ സ്ട്രോങ് ആയിട്ട് സ്വിംഗ് ട്രേഡ് ചെയ്യാം. പക്ഷേ റൈറ്റ് നൗ മാർക്കറ്റിൽ ഒരു സ്വിംഗ് ട്രേഡിന് പറ്റിയൊരു കണ്ടീഷൻ ആണോ എന്ന് വെച്ചാൽ ഒട്ടും തന്നെ അല്ല. സ്വിംഗ് ട്രേഡിന് ഒരിക്കലും പറ്റാത്തൊരു കണ്ടീഷനാണ്. അപ്പം ഞാൻ ഇതിന് മുന്നേ നമ്മുടെ ഞാൻ ഈ ഒരു ലെവലിലൊക്കെ ഞാൻ എടുത്ത 2 ട്രേഡുകൾ ഞാൻ പറയുന്നത് പറഞ്ഞാൽ സോട്ടയായിരുന്നു. സോട്ട പക്ഷെ നല്ല രീതിയിൽ വർക്ക് ചെയ്തായിരുന്നു. ഞാൻ ഇവിടെയാണ് ട്രേഡ് എടുത്തത് ഡിസംബർ 31. അപ്പോൾ ഡിസംബർ 31 നമ്മൾ ഇവിടെ നോക്കുകയാണെങ്കിൽ ഇതിൻ്റെ കണ്ടോ ബ്രെഡ് ചെറിയ രീതിയിൽ ഇമ്പ്രൂവ് ആയ സമയത്താണ് ഞാൻ അതെടുത്തത്. ആ സമയത്ത് ആ ഡിസംബർ 31 മിഡ് ക്യാപ് സ്മോൾ ക്യാപ് ഇൻഡെക്സ് നോക്കുകയാണെങ്കിൽ നോക്കി 5 AM മുകളിൽ ക്ലോസ് ചെയ്തു. അതുകൊണ്ടാണ് ഞാൻ അവിടെ ട്രേഡ് എടുത്തത്. ആ ട്രേഡ് ഞാൻ ഈ ഒരു ദിവസം നല്ല രീതിയിൽ മാർക്കറ്റ് സെല്ല് വന്ന ദിവസം ഇത് അപ്പായിരുന്നു എങ്കിൽ കൂടെ ഞാൻ ചെറിയൊരു ഓൾമോസ്റ്റ് ഹാഫ് ഓഫ് ദ ക്വാണ്ടിറ്റി ഞാൻ ഇവിടുന്ന് സെല്ല് ചെയ്തിരുന്നു. ബാക്കി ഞാൻ ഇപ്പോഴും ഹോൾഡ് ചെയ്യുന്നുണ്ട്. നല്ലൊരു മോക്ക് കിട്ടിയിട്ടുണ്ട്. പിന്നെ റെലിഗിയറിൽ നമ്മൾ ഒരു ബോട്ടം ബൗൺസ്, അതായത് ഒരു ടെക്നിക്കൽ ബൗൺസ് പ്ലേ ചെയ്തിരുന്നു. ഇവിടെ എൻ്റർ ചെയ്തു, കുറച്ച് ഞാൻ ഇവിടെ സെല്ല് ചെയ്തു. പിന്നെ ഇവിടെ ഇന്ന് ഈ ജനുവരി 6 നല്ലൊരു ബെയറിഷ്നെസ് വന്നപ്പോൾ ഞാൻ ഇവിടെ ബാക്കിയെല്ലാം സെല്ല് ചെയ്തു. പിന്നെ ഞാൻ അടുത്തൊരു ട്രേഡ് മാക്സ് ഹെൽത്ത് ആണ്. മാക്സ് ഹെൽത്ത് ഞാൻ ഇവിടെയാണ് എടുത്തത്. വീണ്ടും 31 ബൗൺസ് കിട്ടി. ജനുവരി 2 നോക്കിയേ, ജനുവരി 2 നമ്മുടെ ബ്രെഡ് നോക്കുകയാണെങ്കിൽ പോസിറ്റീവാണ്. 2 3 ഒക്കെ ഏകദേശം ഇവിടെ ആയിട്ടാണ് അല്ലേ. 2 കണ്ട ബ്രെഡ് പോസിറ്റീവ് ആയിരുന്നു. അന്നത്തെ ദിവസമാണ് ഞാൻ മാക്സ് ഹെൽത്തിൽ ട്രേഡ് എടുത്തത്. പിന്നെ മാർക്കറ്റ് ഒന്ന് സ്ലോ ആയി കഴിഞ്ഞപ്പോൾ ഞാൻ ഇന്ന് ഹാഫ് ക്വാണ്ടിറ്റി വിറ്റിട്ട് സ്റ്റോപ്പ് ലോസ് പല സ്ഥലത്ത് ഓൾറെഡി വെച്ചിരുന്ന സ്ഥലത്ത് തന്നെ വെച്ചു. പക്ഷെ ഇതും നല്ല രീതിയിലൊരു പോസിറ്റീവ് പ്രൈസ് ആക്ഷൻ കാണിക്കുന്നതായിട്ട് തോന്നുന്നുണ്ട്. അതുപോലെ ഞാൻ സ്റ്റോക്സ് ടു വാച്ച് ഔട്ടിൽ ക്യാപ്ലിൻ പോയിന്റ് ഞാൻ സജസ്റ്റ് ചെയ്തിരുന്നു. അപ്പോൾ ഞാൻ എൻ്റെ ട്രേഡ് ഏകദേശം ഇവിടെയായിരുന്നു. കറക്റ്റ് ഇത് ഏത് ഡേറ്റ് ജനുവരി 2 വീണ്ടും ഏകദേശം ഈ ഒരു ക്യാൻഡലിൻ്റെ, അതായത് ജനുവരി 1 ക്യാൻഡലിൻ്റെ ഹൈ കട്ട് ചെയ്തപ്പോൾ ഇവിടെയാണ് ഞാൻ ട്രേഡ് എടുത്തത്. എൻ്റെ സ്റ്റോപ്പ് ലോസ് ഇതാ ഈ ഒരു ക്യാൻഡലില്ലേ ഇതിൻ്റെ അടിയിലാണ്. അപ്പോൾ ഞാൻ വീണ്ടും ഈ ഒരു ലെവലിൽ ഞാൻ കുറച്ച് പകുതി വിറ്റു, കാരണം മാർക്കറ്റ് മോശമായി തുടങ്ങിയപ്പോൾ ഞാൻ ജനുവരി 6 തോന്നുന്നു കുറച്ച് വിറ്റു. ബാക്കി ഞാൻ സ്റ്റോപ്പ് ലോസ് ഞാൻ തിരിച്ച് ഇവിടെ തന്നെ എൻ്റെ കണ്ടെയ്ൻ ചെയ്യുന്നുണ്ട്. പക്ഷേ ഇവിടെ നല്ല രീതിയിൽ സെല്ലിങ് വന്നു, പക്ഷേ സെല്ലിങ് എൻ്റെ സ്റ്റോപ്പ് ലോസ് അടിച്ചില്ല, വീണ്ടും മുകളിലേക്ക് പോയി നിൽക്കുന്നത്. അപ്പോൾ വരുന്ന ദിവസങ്ങളിൽ ചെറിയ ബൗൺസ് കിട്ടുകയാണെങ്കിൽ മാർക്കറ്റിൽ ഈ പൊസിഷൻസ് നല്ല രീതിയിൽ വർക്ക് ചെയ്യുമെന്ന് വിചാരിക്കാം. അതുപോലെ തന്നെ കുറേ സ്റ്റോക്സിൽ 2 സ്റ്റോക്സിൽ എനിക്ക് സ്റ്റോപ്പ് ലോസ് അടിച്ചിട്ടുണ്ട്. ഇപ്പോൾ ഞാൻ സ്റ്റോപ്പ് ലോസ് അടിച്ച കാര്യം പറഞ്ഞിട്ട് കാര്യമില്ല, എന്തായാലും സ്റ്റോപ്പ് ലോസ് അടിച്ചുപോയി. പക്ഷേ ഇതിൽ വിന്നേഴ്സായി വന്ന ട്രേഡുകൾ ഞാൻ ഇവിടെ നിങ്ങൾക്ക് മുന്നിൽ ഇപ്പോൾ ഷെയർ ചെയ്തതാണ്. അപ്പോൾ ഇങ്ങനെ മാർക്കറ്റ് നല്ല രീതിയിൽ മൂവ് ചെയ്ത് കൊടുക്കുമ്പോൾ, അല്ലെങ്കിൽ മാർക്കറ്റ് നല്ല പോസിറ്റീവ് ടെറിട്ടറിയിലേക്ക് മൂവ് ചെയ്ത് കൊടുക്കുമ്പോൾ നിങ്ങൾ ട്രേഡ്സ് എടുക്കുകയാണെങ്കിൽ കുറച്ചും കൂടി വിന്നിങ് പ്രോബബിലിറ്റി കൂടും. ഇതാണ് ഞാൻ എല്ലാ വീഡിയോസിലും പറയുന്നത്. സ്റ്റിൽ ഒന്നും കൂടെ നമ്മുടെ സബ്സ്ക്രൈബേഴ്സ് ഒന്നും കൂടെ ഈ കാര്യങ്ങളൊക്കെ ഒന്നും കൂടെ ശ്രദ്ധിക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഒന്നും കൂടെ ഇടയ്ക്കിടയ്ക്ക് ഈ കാര്യങ്ങൾ പറയും. ഇപ്പോൾ ഈ ഒരു ചാനലിൽ നിന്ന് നിങ്ങൾക്ക് പ്രതീക്ഷിക്കാവുന്ന ഇത് തന്നെയാണ്. മാർക്കറ്റ് എൻവിറോൺമെൻറ്റ് മോശമാവുന്ന എങ്ങനെ മനസ്സിലാക്കാം, മാർക്കറ്റ് എൻവിറോൺമെൻറ്റ് മോശമായിക്കുമ്പോൾ എങ്ങനെ മാറിയേക്കാം, അതുപോലെ ബോട്ടം ബൗൺസുകൾ പ്ലേ ചെയ്യേണ്ട സമയങ്ങൾ എപ്പോഴൊക്കെയാണ്, അതുപോലെ തന്നെ ബ്രേക്ക് ഔട്ട് ട്രേഡ്സ് എടുക്കുന്ന സമയങ്ങൾ എപ്പോഴൊക്കെയാണ്. അപ്പോൾ ഇതെല്ലാം ഞാൻ ഈ പറയുന്ന ഡെയിലി മാർക്കറ്റ് അപ്ഡേറ്റ് വീഡിയോസ് ഓരോരോ സമയങ്ങളിലായിട്ട് ഇങ്ങനെ മാർക്കറ്റ് കണ്ടീഷൻ മാറുന്നതനുസരിച്ച് ഞാൻ അപ്ഡേറ്റ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ഈ ഒരു കണ്ടന്റ് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ടെന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി നിങ്ങൾ എൻ്റെ വീഡിയോസ് ഒന്ന് ലൈക്ക് ചെയ്യണം. അതുപോലെ തന്നെ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ പ്ലീസ് ഡു സബ്സ്ക്രൈബ് ആസ് വെൽ. സോ അത്രേ ഉള്ളൂ ഇന്നത്തേക്ക്. ഹാപ്പി ട്രേഡിംഗ് ആൻഡ് ഹാപ്പി ഇൻവെസ്റ്റിംഗ്.